വെക്കാൻ ഒരു കാരണമായിട്ടാണ് JCBകൾ. അതോടൊപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ പലതും കേടാവുന്ന സാഹചര്യം. അത്ര അധികം ദുഷ്കരമായ രീതിയിലാണ് ഇവിടെ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മേഖലയിലുള്ളവർ ഇന്ന് തെരച്ചിലിന്റെ ഭാഗമായി സഹകരിക്കാൻ ഇവിടെ എത്തിയിരുന്നു. അവരാണ് പലപ്പോഴും പല സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്തതും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു ദിനേശേട്ടൻ ചേരുന്നുണ്ട്. ദിനേശേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്, കുറച്ച് തൊട്ടടുത്ത്. ഞാൻ അളിയനെ കൂട്ടി വന്നതാണ്. എൻ്റെ വീട് ചുണ്ടയിലാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ചേച്ചീൻ്റെ മോളുടെ മൂന്ന് മക്കളിൽ അവരെ അമ്മായിയമ്മയുണ്ട്, മോളുടെ അമ്മായിയമ്മ. അപ്പോൾ അവർ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടായി. ഇന്നലെ ഞങ്ങൾക്ക് ഒരു ബോഡി കിട്ടിയിരുന്നു, ചെറിയ കുട്ടീൻ്റെ. ഇനി നടുക്കത്തവൻ്റെ കിട്ടാനുണ്ട്. അപ്പം അവരുടെ അമ്മയ്ക്ക്, ആ കുട്ടികളുടെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞിരുന്നു, വിംസി ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവർ ഞങ്ങളടുത്ത് ചോദിച്ചു മക്കളൊക്കെ എന്താക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഞങ്ങളെ ഡോക്ടർ കയറ്റുന്നില്ല, അങ്ങോട്ട് ഇൻഫെക്ഷൻ ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കയറ്റുന്നില്ല. ഇനിയിപ്പോൾ അവർ റിക്വേർഡായിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് ഞങ്ങൾ എന്ത് പറയുന്ന ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിന് ആർക്കൊന്നും അറിയുന്നില്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ നമുക്ക് പറയാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അതെ, അവരുടെ അച്ഛനും മക്കളും അവരുടെ അമ്മയും കൂടിയിട്ട് ഈ പൊട്ടൽ കേൾക്കുമ്പോൾ അവർ ഓടിയതാണ്. ഓടുമ്പോൾ കുട്ടികളെല്ലാവരും പിടിച്ച് വലിച്ചു നോക്കുമ്പോൾ അവർ ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ കുട്ടികളൊക്കെ ജീപ്പിൻ്റെ അടിയിലേക്ക് പോയതും രണ്ടാമത്തെ ഇത് വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോയതാണ്. അപ്പം കുട്ടികളെ കരച്ചിൽ അച്ഛാ അമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു ഇത് മാത്രമേ അറിയുന്നുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇപ്പോൾ ദയനീയാവസ്ഥയിലാണ് അവർ കിടക്കുന്നത്. മുണ്ടക്കൈയാണ് അല്ല, ചൂരൽമല നമ്മളെ സ്കൂൾ റോഡിന് പോയിട്ടാണ് അവരുടെ വീട്. അപ്പം അവനെ ഇന്ന് ചക്കനെ കണ്ടിരുന്നു, കുട്ടികളുടെ അച്ഛനെ കണ്ടിരുന്നു. കുട്ടികളുടെ അച്ഛൻ ചോദിച്ചു കുട്ടികളെന്താക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത ഇതിലുണ്ട്, വാർഡിലുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആരോഗ്യനില എങ്ങനെയുണ്ട്? രക്ഷപ്പെട്ട ഭർത്താവിൻ്റെ ആരോഗ്യനില കുറച്ച് മെച്ചപ്പെടുന്നുണ്ട്. കുറച്ച് ഇരിക്കലൊക്കെ ഉണ്ട്, ബാത്റൂം പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരുടെ വൈഫ് ഇപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് വാർഡിലേക്ക് മാറ്റുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതുവരെ മാറ്റിയില്ല. വൈകുന്നേരം ആദ്യം ചോദിച്ചത് കുട്ടികളെ ബോധം വന്നപ്പോൾ കുട്ടികളാണ് ചോദിക്കുന്നത് അവർ. അപ്പം നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാനില്ല ഒന്നും. ഞങ്ങളെ കുടുംബക്കാർക്ക് ആർക്കും ഒരു മറുപടി കൊടുക്കാനില്ല. അവർക്ക് 2 കുട്ടികളെ കണ്ടെത്താനും കഴിഞ്ഞില്ല അല്ലേ? ഇനി ഒരാളെ കൂടി കിട്ടാണ്ട് ഞങ്ങൾക്ക്. ഒരാളെ നടുക്കത്തവനെ കിട്ടാണ്ട്, അവനെ കിട്ടിയില്ല ഇതുവരെ. എന്തായാലും ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും നമ്മളെ രാജ്യം മൊത്തം പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു മേഖല മൊത്തം എല്ലാവരും കഴിയാമിതം എല്ലാം കൊണ്ടും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ടാണ് വരുന്നത്. ഈ ഒരു തെരച്ചിൽ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കിനിപ്പോൾ കിട്ടാനുള്ളത് നമുക്ക് ജീവനത്തോടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും നല്ലതായിരുന്നു. നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറയാം. മറ്റേത് നമുക്ക് വിധിയില്ലാത്തത് പോയത് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പര്യാപ്തമാണോ? പര്യാപ്തമാവണം. എന്നാലേ നമ്മളുടെ എന്താ വേണ്ടത്, തരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളുടെ അഭിപ്രായം ഈ മിഷനറികൾ തന്നെ വെച്ചിട്ട് തന്നെ തെരച്ചിൽ ഊർജിതമായി തെരച്ചിൽ തുടങ്ങുക എന്ന് മാത്രം. പിന്നെ നമ്മളുടെ സൈനികരും പിന്നെ പൊതുപ്രവർത്തകരും എല്ലാവരും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ നാടിനോടൊപ്പം എല്ലാവരും ഉണ്ട്. നമ്മളുടെ കേരളം മൊത്തം നാടിനൊപ്പമുണ്ട്, അതിനുൾപ്പെടെ നമ്മളെ ഇന്ത്യയും. ദിനേശേട്ടൻ്റെ വിഷമത്തിൽ ഞങ്ങളും കൂടെ ചേരുകയാണ്. നമ്മുടെ കൈവശമല്ല പലതും, എങ്കിലും പരമാവധി ഈ തെരച്ചിൽ നീണ്ടു നിൽക്കട്ടെ. അവശേഷിക്കുന്ന ഓരോരുത്തരെയും കണ്ടെത്താനാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് അശ്വതി, ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഹൃദയവേദന. അവരിൽ ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത്. പലരും ഇതേ മാനസിക വ്യഥയുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരമായതൊരു തെരച്ചിൽ നിർത്തുന്നതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള കൈത്തോടാണ്. ഇപ്പോഴതിൻ്റെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. രാവിലത്തേക്കാൾ വെള്ളം ഇപ്പോൾ ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളാണ് അവർ റോഡ് ക്ലിയർ ചെയ്യണം. റോഡ് മാറി ഒഴുകുന്നു. അപ്പോൾ ഹിറ്റാച്ച് ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ വെള്ളം വിടാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹിറ്റാച്ച് മൂടിയത് ആണ്. ശരിക്കും ഇതാണ് പാലം. അവിടെ ഓവർഫ്ലോ വന്നിങ്ങോട്ട് പോരാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലെ മണ്ണ് മാറ്റി കഴിയുമ്പോൾ ഇവിടെ തോടിന് നല്ല ഡെപ്ത് കിട്ടും. നമ്മളങ്ങനെ ആ വെള്ളം റോഡ് ഇതൊരു ശരിക്കും റോഡാണ്. ഇപ്പോൾ റോഡിൻ്റെ ഭാഗത്തോടെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ അത് ആ പാലം വഴി തന്നെ വിടാനുള്ള കാര്യങ്ങളാണ്. എല്ലാവരും നിർത്തി
ഇല്ലില്ല, തെരച്ചില് നമ്മൾ രാവിലെ ഒന്ന് മാറ്റിയതുകൊണ്ട് മേഖലകൾ 8ഓളം മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ചൂരമല മേഖലയാണ്. ഞങ്ങൾ 60 അംഗ സംഘം ഇന്ന് രാവിലെ ഇവിടെ വരികയും ഉദ്ദേശം ഒരു 10 മണിയോടുകൂടി നമുക്ക് ഒരു ആളെ കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 7ഓളം പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 3 പേര് ജീവനോടെ പല 8 സെറ്ററിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരെ നമുക്ക് ജീവനോടെ കണ്ടെത്തി രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും 3 ഒരു സെക്ടറിൽ നിന്നാണ് നമുക്ക് ഇതുവരെയും സഹായത്തോടെ അതായിരിക്കണം നമുക്ക് ഇതുവരെയും ആ പ്രദേശത്തേക്ക് ചെല്ലാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് അവിടെ ചെന്നപ്പോൾ അവിടെ അവശരായിട്ടുള്ള 3 പേരെ കണ്ടെത്തുകയും അവരെ പടപെട്ടിക്കുന്ന ഭാഗം നേരിടുന്ന തെരച്ചിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി. തെരച്ചിൽ നേരിടുന്നത് നമുക്ക് വലിയ അളവിലുള്ള മണ്ണാണ് ഇങ്ങോട്ട് വന്നു ചേരുന്നത്. ഇത് പാടം പോലെ കിടക്കാണ്. അപ്പൊ തെരഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലമാണ് തെരഞ്ഞെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഒരു സ്ഥലത്തുനിന്ന് മണ്ണ് മാറ്റി മറ്റു സ്ഥലത്തേക്ക് ഇടുന്നു. പുഴ, തോട് പോലെ, പാടം പോലെയാണ് കിടക്കുന്നത്. പിന്നെ വലിയ ഡെപ്തുള്ള സ്ഥലങ്ങളാണ്. അര വരെയൊക്കെ താന്നു പോകാവുന്ന സ്ഥലങ്ങളാണ്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏതാണെങ്കിലും ശക്തമായിട്ട് സെർച്ചിങ് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളോടൊപ്പം കേരള ഫയർഫോഴ്സും അതുപോലെ സിവിൽ ഡിഫൻസും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ ഒരു അനുകൂലമാണ്. രാവിലെ മഴയുണ്ടായി, ഇപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ചൂരമല, അതുപോലെ തന്നെ വെള്ളാർമൂല, മറ്റേ സൂചിപ്പാറ, ഇവിടെയെല്ലാം ഇപ്പോൾ സെർച്ചിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലയിൽ തന്നെ തുടരും അല്ലേ? ഇതേ നിലയത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ ഇതേ നിലയത്തിൽ ശക്തമായിട്ടുള്ള തെരച്ചിൽ അവസാന ആളെ കണ്ടെത്തുന്നവരെയും ഉണ്ടാകും. അതാണ് അശ്വതി, ഈ ഒരു നാടിനോട് ഇവർ നൽകുന്ന ഉറപ്പ് അല്ലെങ്കിൽ ഇവർക്ക് നൽകാനുള്ളത്. അവസാന ആളെ കണ്ടെത്തുന്നവരെയും ഈ തെരച്ചിൽ തുടരും എന്ന ഒരു ഉറപ്പ്. ഇതിന് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓരോ ആളെയും കണ്ടെത്തേണ്ടതും അത്രമാത്രം ആവശ്യവുമാണ്. അപ്പോൾ സാധ്യമായതെല്ലാം ഇവിടെ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു തോട് വഴിമാറി ഒഴുകുകയാണ്. അപ്പോൾ അതിൽ അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റി ഈ ഒഴുക്ക് തോടിന്റെ പാത പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. തെരച്ചിലിനൊപ്പം തന്നെ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളും ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. അശ്വതി, അതാണ് അനുമോദ.